നമുക്കിന്ന് കുറച്ച് പോത്തിറച്ചിയും അതിൻ്റെ കുറച്ച് കരളും കൂടെ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനത്തെ നീട്ടത്തിലുള്ള സ്ഥലം ഞുറുക്ക് വെക്കാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഞുറുക്കി വെക്കാം മൊത്തം, എന്നിട്ട് എടുക്കാൻ പോരെ. അതല്ലേ അല്ലേ? ഞാനിവിടെ പോത്തിറച്ചിയും കരളും കൂടെ ചെറിയ ചെറിയ പീസുകളാക്കി ഞുറുക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ചെറിയ കുക്കറിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ പൊടിയും, 1 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 2 കറിവേപ്പിലയുടെ തണ്ടും, ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂടിയിട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് ഒരു 3 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പോത്തിറച്ചിയും കരളും കൂടെ പുലർത്താനുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ തയ്യാറാക്കാം. കട്ടിയുള്ള ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, 3 പച്ചമുളക് പഴുത്തതാണ് കീറിയെടുത്തിരിക്കുന്നത്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുത്താൽ മതി. അതിലേക്ക് നമുക്ക് ഈ വെന്തിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ഉണ്ട്, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വെച്ചത്. നമുക്കിത് മൊത്തത്തോടെ തന്നെ ഇങ്ങോട്ട് കുടഞ്ഞിടാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് കാണാൻ പ്രാവശ്യം കിട്ടുന്നില്ലല്ലേ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായി വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു കുറച്ച് ചെറിയുള്ളി ചെറുതായി കണ്ടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 കറിവേപ്പിലയുടെ തണ്ടിൻ്റെ ഇലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇത് നമുക്കൊന്നും കൂടെ ഇളക്കിയെടുക്കാം.
ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫ്രൈ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഫ്രൈ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല രുചിയായിട്ടാണ് ഇത് നമുക്കിവിടെ ചെയ്തെടുക്കാൻ പറ്റിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു നോക്കണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ നല്ല ഫ്രൈ ആണിത്. കറിലിൻ്റെ കൂടെ കുറച്ച് ബീഫും കൂടെ ഇട്ടിട്ട് നമ്മളിത് റെഡിയാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.